ന്യൂസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണമെന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോയിൽ പോയി നമ്മൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോയി കേട്ടോ. അപ്പോൾ നമ്മൾ കസിൻസ് എല്ലാവരുമായിട്ട് പോയിട്ട് നമ്മൾ ഡ്രസ്സ് മേടിക്കാൻ പോയാണ് സ്റ്റുഡിയോയിൽ. അപ്പോൾ ആലപ്പുഴയുള്ള സ്റ്റുഡിയോയിലാട്ടോ നമ്മൾ പോണത്. അപ്പോൾ ഞങ്ങൾ 5 പേരുണ്ട്. ഞാനും എൻ്റെ 2 ചേച്ചിമാർ, കാശേട്ടായും കിച്ചേട്ടായും. അപ്പം ഞങ്ങൾ ഇത്രയും പേരായിട്ടാട്ടോ സ്റ്റുഡിയോയിൽ പോയി ഡ്രസ്സ് എടുക്കാൻ പോണത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ദേ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് നേരെ പോയ കേട്ടോ. അപ്പോൾ ദേ സ്റ്റുഡിയോ എത്താറായിട്ടുണ്ട്. കുറച്ചുകൂടി പോയാൽ മതി സ്റ്റുഡിയോ ആവാൻ. അപ്പം അവിടെ ഗൈസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു. പിന്നെ നമ്മൾ ആലപ്പുഴയുടെ അങ്ങോട്ട് ചെല്ലുന്നിടത്ത് നല്ല മഴയായിരുന്നു. പിന്നെ സ്റ്റുഡിയോയുടെ അവിടെ എത്തിയപ്പോഴാണ് കുറച്ച് കുറഞ്ഞത്. പൊടിയനുണ്ടായിരുന്നു, എന്നാലും കുറച്ച് കുറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. നിങ്ങളുടെ അവിടെ മഴയുണ്ടോ ഇല്ലായിരുന്നു താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമ്മൾ സ്റ്റുഡിയോ എത്തിയിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ കിച്ചേട്ടായിക്ക് മെയിനായിട്ട് ഡ്രസ്സ് എടുക്കാനാണ് പോയത്. അപ്പോൾ ദേ നമ്മൾ സ്റ്റുഡിയോയുടെ അങ്ങോട്ട് കയറി കേട്ടോ. നല്ല മഴ ഉണ്ടായിരുന്നു നല്ലതായിട്ട്, പക്ഷേ ഇപ്പോൾ കുറച്ച് കുറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി സ്റ്റുഡിയോയിനകത്ത് കയറി. പിന്നെ കുറച്ചുകൂടി കളക്ഷൻ ഡ്രസ്സിനുണ്ടായിരുന്നത് ബോയ്സിൻ്റെ സെക്ഷനിലാട്ടോ. ഗേൾസിൻ്റെ സെക്ഷനിൽ ഉണ്ടായിരുന്നു, ബട്ട് കുറച്ചുകൂടി കളക്ഷൻ കൂടുതലുണ്ടായിരുന്ന ബോയ്സിൻ്റെ സെക്ഷനിലാണ്. അവർ വന്നപ്പോൾ തന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ തുടങ്ങി എല്ലാവരുമായിട്ട്. പിന്നെ ഞാൻ അവിടെ വീഡിയോ എടുത്ത് നടക്കുകയാണ്. പിന്നെ ഞാൻ എടുക്കാൻ ഓർത്ത ഡ്രസ്സൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്ത ഡ്രസ്സ് ഒരു ബാഗി പാൻറ്റും ഒരു ഗ്രീനും ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടിയൊക്കെ ഒരു മിക്സ് ലൈറ്റ് കളറാണ്. ബട്ട് വീഡിയോയിൽ കാണാൻ നേരത്തെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഒരു ലൈറ്റ് കളറായിട്ടാണ് വീഡിയോയിൽ കാണുന്നത്, പക്ഷെ കുറച്ച് ഡാർക്ക് കേട്ടോ. ലൈറ്റ് ഷെയ്ഡാണെന്നാലും ഒരു ഗ്രീനും ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീനും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറായിട്ടാട്ടോ എൻ്റെ ടോപ്പിനുള്ളത്. അങ്ങനെ ബാഗി പാൻറ്റും ആ ടോപ്പുമാണ് ഞാൻ എടുത്തത്. അപ്പം ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഫുള്ളായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ ഡ്രസ്സ്. അപ്പോൾ ചേട്ടു എടുത്ത 2-3 ഡ്രസ്സൊക്കെയാണ് ഇത്. അപ്പം ഇതാണ് ഞാൻ എടുത്തത്. ബട്ട് ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഗ്രീനായിട്ടാണ്, ബട്ട് കാണാൻ നേരത്ത് ഇത്തിരി കൂടി കളറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് നോക്കിയായിരുന്നു, നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ പിന്നെ ഒരു നമ്മുടെ ട്രെയിൻ പോകാൻ വേണ്ടി നമ്മളവിടെ നിൽക്കുകയാണ്. പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പാട്ടൊക്കെ വെച്ച് പാട്ടും കേട്ടോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട് അടിപൊളിയാണോ എന്നൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ആലപ്പുഴയിൽ നിന്ന് നമ്മുടെ ആലപ്പുഴ ബീച്ചിലേക്ക് വന്നേക്കുകയാണ്. ബീച്ചിലേക്ക് വന്നോന്നൊന്നും ആദ്യം ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് കരുതി ആലപ്പുഴ വന്നാണല്ലോ, അപ്പോൾ ആലപ്പുഴ ബീച്ചിൽ കൂടി ഒന്ന് ചെന്നേക്കാമെന്ന് കരുതിയിട്ടാട്ടോ നമ്മൾ ആലപ്പുഴ ബീച്ചിൽ കൂടി പോയി. അപ്പോൾ ഞാനാട്ടോ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ചെറിയായിട്ട് ഇങ്ങനെ ഷേക്കിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ വല്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ കണ്ടോ ഞങ്ങൾ ക്രോസ് ചെയ്യണം. വണ്ടി അപ്പുറത്തിട്ടിട്ടാട്ടോ പോണത്. അതുകൊണ്ട് കുറച്ച് ദൂരെയാണ് വണ്ടി ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചും ഇങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നടന്ന് ഇങ്ങോട്ട് പോരുകയാണ്. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. സാധാരണ വന്നതിനേക്കാളും നല്ല കാറ്റുണ്ടായിരുന്നു. ഇവിടെ വരാൻ നേരത്ത് ഇത്രയും കാറ്റില്ലാത്തതാണ്. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു ഇങ്ങോട്ട് പോകുന്നപ്പം. എല്ലാവരും കൂടി എന്തൊക്കെയൊക്കെയോ സംസാരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനാട്ടോ ഈ വീഡിയോ എടുക്കണില്ല. എന്നിട്ട് ഞാൻ മുമ്പേ നടന്നു പോയാണ് വീഡിയോ എടുക്കാൻ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് നടന്ന് അവസാനം കുറേ നടക്കമുണ്ടായിരുന്നല്ലോ, അങ്ങ് വരെ നടന്ന് അങ്ങനെ കടലിൻ്റെ അവിടെ ചെന്നു. അങ്ങനെ എല്ലാവരും കൂടിയായിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തലയിട്ടൊക്കെ എത്തിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിന്നെയുണ്ടല്ലോ ഈ കടലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ കടലിൽ ഇങ്ങനെ തിരമാല അടിച്ചൊരു പത പോലത്തെ സാധനം ഗൈസ് പറന്ന് നടക്കുകയായിരുന്നു ഫുള്ളും. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ബജിക്കടയിൽ വന്നിട്ടുണ്ട് നേരെ. നമ്മൾ കുറച്ച് ബജിയും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഇത് കിഴങ്ങ് ബജിയാണ്.
ഇത് കിഴങ്ങ് ബജി. പിന്നെ നമ്മൾ കിഴങ്ങ് ബജിയും മുളക് ബജിയും, ഇത് മുളക് ബജിയാണ്. പിന്നെ നമ്മുടെ കോളിഫ്ലവറാണ് തോന്നുന്നു കേട്ടോ മേടിച്ചത്. പിന്നെ കോളിഫ്ലവർ എല്ലാവരും കൂടി അങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തൊക്കെ കഴിക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് സൈഡിൽ കൂടി. ഞാൻ ഈ ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ കോളിഫ്ലവർ ഒരെണ്ണം മേടിച്ചായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അത് പറന്നുപോയി ഗൈസ്. പറന്ന് മേത്ത് വീഴാൻ പോയി, അതുകൊണ്ടാണ് കിടന്ന് ചിരിച്ചത്. ഓക്കെ, അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് നമ്മുടെ വണ്ടിയിലൊക്കെ തന്നെ പോയേട്ടോ. നമ്മളെല്ലാവരും കൂടി പിന്നെയും സംസാരിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ട് തന്നെ പോവുകയാണ് എല്ലാവരും കൂടി. പിന്നെ ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ കുറേ പണിഞ്ഞു കേട്ടോ. ഞങ്ങൾ നേരത്തെ വന്നതിനേക്കാളും കൂടുതൽ ബ്രിഡ്ജ് കുറച്ച് നല്ലതായിട്ട് തന്നെ പണിഞ്ഞിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ നേരത്തെ ഈ ബ്രിഡ്ജ് കുറച്ചൊക്കെ പണിഞ്ഞിട്ടുള്ളായിരുന്നു, പക്ഷെ ഇത് കുറേ പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും കൂടി നടന്ന് നേരെ നമ്മുടെ വണ്ടിയുടെ അങ്ങോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ദേ നമ്മൾ വണ്ടിയുടെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളിങ്ങോട്ട് വന്നോന്നൊന്നും ആദ്യം ഇല്ലായിരുന്നു. ദേ അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് വണ്ടിക്കകത്തായിട്ട്. അപ്പോൾ ദേ അങ്ങോട്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകാമെന്നൊക്കെ കരുതി ദേ നമ്മൾ അങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് പോകണതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ആട്ടോ ഇത്. അപ്പോൾ ദേ നമ്മളിത് പോവുകയാണ് നമ്മുടെ വീട്ടിലോട്ട്. അപ്പം അങ്ങനെ ആലപ്പുഴക്കൊക്കെ ടാറ്റ കൊടുത്ത് നമ്മളിതാ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ആലപ്പുഴയൊക്കെ ടാറ്റ കൊടുത്ത് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവുകയും. അപ്പം നമ്മുടെ ഈ റെയിൽവേ ഇവിടെ വന്നപ്പം പിന്നെയും ട്രെയിൻ വന്നതുകൊണ്ട് പിന്നെയും നമ്മളവിടെ കിടക്കേണ്ടി വന്നു. കുറച്ച് നേരം കിടക്കേണ്ടി വന്നു കേട്ടോ അവിടെ. 5 മിനിറ്റ് കിടക്കേണ്ടി വന്നു അവിടെ. അന്നേരം ഞങ്ങൾ പാട്ടൊക്കെ കേട്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ദേ ഇപ്പോഴാട്ടോ ഇത് വന്നത്, നമ്മൾ ട്രെയിൻ വന്നത്. അപ്പോൾ അവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ ഗൈസ് ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഭയങ്കര വൈബ് ചില്ലായിട്ടാണ് പാട്ടൊക്കെ ഡാൻസ് കളിച്ച്. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ നമ്മൾ ടൈം കിട്ടിയില്ലായിരുന്നു ഗൈസ്, അതുകൊണ്ടാണ് എടുക്കാൻ. നമ്മൾ ഭയങ്കര ചിൽ മൂഡിലായിരുന്നു എല്ലാവരും. പാട്ടൊക്കെ ഇട്ട് ഭയങ്കര വൈബിലായിരുന്നു എല്ലാവരും. അപ്പം നമുക്ക് തോന്നി കുറേ നേരം ഒന്നും കുടിക്കാതിരുന്നാണല്ലോ വെള്ളമൊന്നും. അപ്പം നമുക്ക് തോന്നി കോഫി കുടിച്ചാലാണ്. പിന്നെ സൺഡേ ആയതുകൊണ്ട് ഒറ്റ കടയില്ലായിരുന്നു ഗൈസ്. നമ്മൾ കുറേ തപ്പി കടയൊന്നും, പക്ഷെ കടയൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ ചേട്ടൻ പറഞ്ഞു കേട്ടോ, നമുക്ക് തണ്ണീർമുക്കം വണ്ടി പോയി കുടിക്കാമെന്ന് പറഞ്ഞു കോഫി. അപ്പം പിന്നെ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയേട്ടോ തണ്ണീർമുക്കം വണ്ടിയിലേക്ക്. അപ്പോൾ ദേ അങ്ങോട്ട് പോയാണ്. അപ്പോൾ ചേട്ടനാട്ടോ പറഞ്ഞത്, കാശ് ചേട്ടായാണ് പറഞ്ഞത് നമ്മുടെ അടുത്ത് തണ്ണീർമുക്കം വണ്ടിയിൽ പോയി കുടിക്കാമെന്ന്. അങ്ങനെ ദേ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ അടിപൊളിയാണ് കേട്ടോ, അവിടെ നല്ല അടിപൊളിയാണ്, ഭയങ്കര സൂപ്പറാണ്, ഭയങ്കര വൈബാട്ടോ. ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ലൊരു വൈബ് ഡേ ആയിരുന്നു. പിന്നെ നമുക്കിന്ന് നല്ലൊരു ദിവസമായിരുന്നു വെച്ചാൽ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇത്രയും പേരായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ പോണത്. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളത് എല്ലാവരും അവിടെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്, അപ്പോൾ അത് പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ മോമോസ് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പം ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്താട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്ലിപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ ദേ അവർ മോമോസൊക്കെ വറുത്ത് നമുക്ക് തരാൻ വേണ്ടി, സെർവ് ചെയ്യാൻ വേണ്ടി അവർ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അവരവിടെ നിന്ന് മൊബൈലൊക്കെ നോക്കിക്കൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ദേ ഇതാണ് സ്ഥലം, തണ്ണീർമുക്കം ബണ്ടിലുള്ള ഒരു സ്ഥലമാണിത്. അടിപൊളി കേട്ടോ, സൂപ്പറാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ദേ ഞങ്ങളവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ചുകൊണ്ട്, ഞാൻ കോഫി കുടിച്ചു കഴിഞ്ഞു കേട്ടോ. ആദ്യം തന്നെ ഞാൻ കോഫി കുടിച്ച് കഴിഞ്ഞു. അവിടെ എല്ലാവരും കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ദേ കിച്ചു ചേട്ടയെ മാത്രമേ ഉള്ളൂ കുടിക്കാൻ. പിന്നെ ഞങ്ങൾ മോമോസും ഒക്കെ തിന്നു കേട്ടോ. മോമോസൊക്കെ ആദ്യമേ തിന്നായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ വീട്ടിലോട്ടാട്ടോ നമ്മൾ പോണേ. അപ്പോൾ അതേ എല്ലാവരും വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അതേ ഒരു 7 മണി 8 മണിയൊക്കെ ആയായിരുന്നു നമ്മൾ ഈ തണ്ണീർമുക്കം വണ്ടി വന്നപ്പോൾ. അപ്പോൾ അതേ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. എന്നിട്ട് നമ്മളാക്കിയിട്ട് വേണം ചേട്ടായിമാർക്ക് 2 പേർക്കും വീട്ടിലോട്ട് പോകാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഒരു 8 മണിയൊക്കെ
ആയപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ അതേ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ പോയതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവസാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.